Hi friends, welcome to a brand new video of Tech Piazza. ഇത് നമ്മൾ MI4A Pro TVയുടെ അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നടത്തുന്നത്. ഒരു പക്ഷേ ഒരു പുതിയ TV മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരുടെയും കൺഫ്യൂഷനാണ് ഏത് TV വാങ്ങിക്കണം എന്നുള്ളത്. വിലയൊക്കെ കുറച്ച് കുറഞ്ഞ ടി വികൾ നമ്മളിങ്ങനെ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ലിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അതിൽ റേറ്റിംഗിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ടി വിയാണ് MI TV. സോ ഈ MI TV മേടിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണോ നിങ്ങൾ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ TV വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് ശേഷം നമുക്ക് തീരുമാനിക്കാം. All of you, once again, welcome to Tech Piazza. ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഈ ടി വി വാങ്ങിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നും 21,999 രൂപ കൊടുത്താണ് മേടിച്ചത്. ഇത് MI4A Pro 43 ഇഞ്ചിൻ്റെ ടി വിയാണ്. ഇതിൻ്റെ സെയിം തന്നെ മോഡൽ 32 ഇഞ്ചിൻ്റെ ഉണ്ട്. ഇത് രണ്ടും ഫംഗ്ഷൻ എല്ലാം സെയിം ആണ്, സൈസിൽ മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കാം. അതുപോലെ നമ്മളുടെ റൂമിൻ്റെ സൈസിനനുസരിച്ചൊക്കെയുള്ള പ്രൊപ്പോർഷണലായിട്ടുള്ള ടി വി വാങ്ങിക്കുന്നതാണ് കൂടുതൽ നല്ല വ്യൂ കിട്ടാൻ നല്ലത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി ടീം കൊണ്ടുവച്ചേക്കുന്നതാണ്. ടി വി അതേ രീതിയിൽ അവിടെ തന്നെ കൊണ്ടുവച്ചേക്കുകയാണ്. വളരെ സേഫായിട്ട് ഹാൻഡ് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇതിന് ഡെലിവറി നടത്തുന്നത്. വളരെ സേഫായിട്ടുള്ള ഡെലിവറിയാണ്. അപ്പോൾ അവരവിടെ കൊണ്ടുവച്ചേക്കുകയാണ്. ഞാനത് തൊട്ടിട്ടില്ല, എടുത്തിട്ടില്ല. ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ടെക്നീഷ്യൻ വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർ വന്ന് തന്നെ തുറക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടെക്നീഷ്യൻ വന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം കാണാം. നമ്മുടെ ടെക്നീഷ്യൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. 48 മണിക്കൂറിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞിരുന്നത് ഡെലിവറിക്ക് ശേഷം. പക്ഷേ അത് 24 മണിക്കൂറിനുള്ളിൽ ആളിവിടെ എത്തിയിരിക്കുകയാണ്. Always believe that something wonderful is about to happen. യെസ്, ഞാൻ കാണാനുള്ള ത്രില്ലിലാണ്. ഇത്രയും സമയം കയ്യിൽ ടി വി കിട്ടിയിട്ടത് കാണാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമത്തിലായിരുന്നു. ഇപ്പോൾ വിഷമമൊക്കെ മാറി നമ്മുടെ ടി വി ഇതാ ബോക്സ് വിട്ട് പുറത്തേക്ക് വരാൻ പോവാണ്. ആദ്യമേ തന്നെ ലുക്കിൽ നമ്മളെ ഇംപ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ടി വി ഓൺ ആയിട്ടുണ്ട്. ഇൻസെർട്ട് ദ ബാറ്ററി, നമ്മുടെ റിമോട്ടിൻ്റെ അകത്തേക്ക് ബാറ്ററി ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മളുടെ ബോക്സിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇല്ല. അതുകൊണ്ട് ഞാനിവിടുത്തെ പഴയ ടി വിയുടെ റിമോട്ടിൻ്റെ ഉള്ളിലെ ബാറ്ററി ഇട്ടിട്ടാണ് നമ്മളിത് ഓണാക്കാൻ ശ്രമിക്കുന്നത്. ടി വി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടൊരു AAA 2 ബാറ്ററി കരുതുന്നത് നല്ലതായിരിക്കും. ചെറിയ ബാറ്ററി, ടി വിയുടെ കൂടെ ബോക്സിൻ്റെ ഉള്ളിൽ ബാറ്ററി വരുന്നില്ല. ഈ ടി വിയുടെ റിമോട്ട് ബ്ലൂടൂത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ടി വിയും റിമോട്ടും തമ്മിൽ ആദ്യം പെയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ഈ ടി വി MI4A Pro ആണ്. ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയിരുന്ന മോഡലാണ് MI4A എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ബേസ് ആൻഡ്രോയിഡ് അല്ല, OS ആൻഡ്രോയിഡ് അല്ല. അതുകൊണ്ട് തന്നെ അതിൽ പ്ലേ സ്റ്റോർ ഇല്ല. ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വലിയ പാടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. എന്നാൽ നമ്മളുടെ ഈ MI4A പ്രോയുടെ സവിശേഷത എന്ന് പറയുന്നത് ഇതിന് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നാമത് പാച്ചുവൾ എന്ന് പറയുന്ന MIയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആൻഡ്രോയിഡും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ റിമോട്ടിൽ ഒരു സിംഗിൾ ക്ലിക്കിൽ ഇതിലേത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇടത് സൈഡിൽ MIയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാച്ചുവളിൽ വർക്ക് ചെയ്യും. തൊട്ട് ചേർന്ന് കാണുന്ന വലത് സൈഡിലെ കീയിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൻഡ്രോയിഡിലേക്ക് മാറും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ടി വിയുടെ ബാക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവിധ കണക്ഷൻസും വരുന്നത് ബാക്കിലാണ്. ബാക്കിൽ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ ബോർഡും കണക്ഷൻസും വരുന്ന കൺസോൾ വരുന്നത്. അപ്പോൾ ഈ കൺസോളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ പോർട്ടുകൾ കാണാൻ പറ്റും. അതിനകത്ത് AV കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ HDMI ആണെങ്കിൽ 3 പോർട്ടുകളാണ് HDMIക്ക് ഉള്ളത്. USB പോർട്ടിന് 3 എണ്ണം ഉണ്ട്. അതുപോലെ എത്തർനെറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പഴയ രീതിയിലുള്ള അനലോഗ് കണക്ഷൻസ് കൊടുക്കാനുള്ള ആൻറ്റിനയിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടി വിയിലേക്ക് കൊടുക്കുന്ന ആ കണക്ഷൻ കൊടുക്കാനുള്ള ഒരു പോർട്ടും കൂടിയുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ നമ്മളുടെ ബാക്കിലെ കൺസോളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
നമുക്കിനി ഈ ടി വിയുടെ മറ്റ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് നോക്കാം. ആദ്യം തന്നെ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിമോട്ടിനെ കുറിച്ചാണ്. റിമോട്ട് വളരെ ക്യൂട്ടാണ്, ഹാൻഡിയാണ്. നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മളുടെ റിമോട്ടിന്. റിമോട്ടിൽ തന്നെ നെറ്റ്ഫ്ലിക്സും പ്രൈം വീഡിയോയും ഒറ്റ ക്ലിക്കിൽ എടുക്കാനുള്ള ഓപ്ഷൻസ് 2 ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പാച്ച് വോളിലും ആൻഡ്രോയിഡിനും വേണ്ടിയുള്ള ഓരോ ബട്ടൺസ് ഉണ്ട്. പിന്നെയുള്ള അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെയുള്ള കീസാണ്. വളരെ കുറച്ച് കീ മാത്രമേ നമ്മളുടെ റിമോട്ടിൽ കാണാനുള്ളൂ. വളരെ സിമ്പിളാണ് യൂസ്. ഈ ടി വിക്ക് 2 ഹോം സ്ക്രീനുകളുണ്ട്. ഒന്ന് പാച്ച് വോളിൽ വർക്ക് ചെയ്യുന്ന ഹോം സ്ക്രീനും ഒന്ന് ആൻഡ്രോയിഡിൻ്റെ ഹോം സ്ക്രീനാണുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ MI എന്ന് എഴുതിയേക്കുന്ന ആ ലെഫ്റ്റ് സൈഡിലെ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാച്ച് വോളിൻ്റെ ഹോം സ്ക്രീൻ വരും. മറ്റേത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡിൻ്റെ സ്ക്രീനിലേക്ക് വരും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പാച്ച് വോളാണ്. അത് പാച്ച് വോളിൻ്റെ ഹോം സ്ക്രീനാണ്. അതുപോലെ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ഹോം സ്ക്രീനിലേക്കും പോകാൻ പറ്റും. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ പാച്ച് വോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹോം സ്ക്രീനാണ്. ഇവിടെ തന്നെ നമുക്ക് കാണാം നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, പ്രൈം വീഡിയോ ഉണ്ട്. അതിന് തൊട്ടടുത്തായി കാണുന്നതാണ് സ്ക്രീൻ മിററിങ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീന് നമ്മുടെ ടി വിയുമായിട്ട് മിറർ ചെയ്ത് കാണാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ യൂട്യൂബ് ഉണ്ട്. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ ആപ്ലിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഈ ടി വിയുടെ മെമ്മറിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 GB റാമാണ്, 8 GB ഇൻറ്റേർണൽ മെമ്മറിയാണുള്ളത്. പക്ഷേ നമുക്ക് യൂസബിൾ ആയിട്ടുള്ളത് 4.7 GB മാത്രമേ ഉള്ളൂ. അതുപോലെ ക്രോം കാസ്റ്റ് ബിൽറ്റ് ഇൻ വരുന്നുണ്ട്. ഇതിലെനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റൊരു ഫംഗ്ഷനാണ് ഗൂഗിൾ അസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിമോട്ടിൽ തന്നെ ഗൂഗിൾ അസിസ്റ്റിനുള്ള ഒരു കീ ഉണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടി വിയെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം ഓപ്പൺ യൂട്യൂബ്, പ്ലേ സോങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സോങ് പ്ലേ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന അതേ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഫംഗ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടതാണ്. എന്ന് വെച്ചിട്ട് നമ്മളൊരു ചാനൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ ക്ലാരിറ്റി അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെയും വീഡിയോയുടെയും ക്ലാരിറ്റികളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ സെറ്റിങ്സ് എവിടെയാണെന്ന് നോക്കിപ്പോയി. പക്ഷേ അതിൽ നിന്ന് പുറകോട്ട് വന്നാൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളായിരുന്നു. പക്ഷേ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ചാനൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഓക്കെ ബട്ടൺ സെൻറ്ററിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് വരും. ആ സെറ്റിങ്സിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പിക്ചറിനെ കണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ടിൻ്റെയും പിക്ചറിൻ്റെയും ക്ലാരിറ്റികളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. MI Pro 43 ഇഞ്ചിൻ്റെയാണ് നമ്മളിത് ചെയ്തത്. 32 ഇഞ്ചാണെങ്കിലും സെയിം തന്നെയാണ് ഫങ്ഷൻസ്. ഇതിൻ്റെ വില വരുന്നത് 21,999 എന്ന് വെച്ചാൽ 22,000 രൂപ വരും. 1 ഇയറാണ് ഇതിന് വരുന്ന ബേസിക്കായിട്ട് വരുന്ന ഗ്യാരണ്ടി പീരീഡ്. നമ്മൾ 1930 രൂപയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറണ്ടി കിട്ടും. അത് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു ചെറിയ കംപ്ലയിൻറ്റുകൾ വന്നാൽ പോലും, എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ ടെക്നീഷ്യൻ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇതിൻ്റെ ബോർഡിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ടി വിയുടെ ഒരു 70 to 80% പൈസയാകുമെന്നാണ് പറഞ്ഞത്. അതുപോലെ ഡിസ്പ്ലേക്കാണ് കംപ്ലയിൻറ്റ് വരുന്നതെങ്കിൽ ഒരു 50%, അതായത് ടോട്ടൽ ടി വിയുടെ വാല്യൂവിൻ്റെ 50% വരും ഡിസ്പ്ലേക്ക് എന്നാണ് പറഞ്ഞത്. അതുപോലെ OS വരുന്നത് പാച്ച് വോൾ 3.0യും ആൻഡ്രോയിഡ് 9.0യാണ് വരുന്നത്. റിമോട്ട് വളരെ ക്യൂട്ടാണ്. വാൾ മൗണ്ട് വരുന്നില്ല ഇതിൻ്റെ കൂടെ. 499 രൂപയും കൂടി നമ്മൾ അഡീഷണലി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാൾ മൗണ്ട് കിട്ടും. അത് ഫിക്സഡ് ആയിട്ടുള്ള വാൾ മൗണ്ടാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ കൺസോൾ വരുന്നത്. കണക്ഷൻ കൊടുക്കുന്ന എല്ലാം ബാക്കിലാണ്. അപ്പോൾ ഒരു പക്ഷേ ടിൽറ്റബിൾ ആയിട്ടുള്ളൊരു വാൾ മൗണ്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പെൻഡ്രൈവ് എല്ലാം കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ HDMI കേബിളുകൾ കണക്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരു പക്ഷേ ഈ ടി വിയുടെ ഒരു നെഗറ്റീവായിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യമാണത്. സെൻട്രലായിട്ട് ബാക്കിലാണ് കൺസോൾ വരുന്നത്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ടിൽറ്റബിൾ ആയിട്ടുള്ള വാൾ മൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ടി വി ഫുൾ HD റെസൊല്യൂഷനിലാണ്. 1920x1080 പിക്സൽ റെസൊല്യൂഷനിലാണ് ടി വി വരുന്നത്. സൗണ്ട് 20 വാട്ട്സ് ആണ്. 2 സ്പീക്കേഴ്സ്, ബോക്സ് ടൈപ്പ് DTS HD സൗണ്ട് സിസ്റ്റം നൽകുന്ന ബോക്സാണ് ഇതിൽ വരുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. നെറ്റ്ഫ്ലിക്സും പ്രൈം വീഡിയോയും ഡിസ്നി പ്ലസും ഹോട്ട്സ്റ്റാറും എല്ലാം ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. 2019 ഈ ടി വി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. പലരുടെയും ടി വി എടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് സ്ക്രീൻ ആംഗിൾ എങ്ങനെയുണ്ട്, സൈഡ് ആംഗിൾ വ്യൂ എത്രമാത്രം നല്ലതാണെന്നുള്ളത്. ഈ ടി വിയെക്കുറിച്ച് ഞാൻ വെച്ച് നോക്കിയതിന് ശേഷം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ആംഗിൾ വ്യൂ ഓക്കെയാണ്. ഒരുവിധം സൈഡുകളിലേക്കൊക്കെ മാറിയാലും വ്യൂവിന് പ്രശ്നം വരുന്നില്ല. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസും സപ്പോർട്ടഡ് ആണ്. നമുക്ക് ലാംഗ്വേജ് മലയാളമൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇനിയാണ് നമുക്കിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ വാങ്ങിക്കണമോ വേണ്ടയോ എന്നുള്ളതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യം ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റിയെക്കുറിച്ചും സൗണ്ടിനെക്കുറിച്ചുമാണ്. പിക്ചർ ക്ലാരിറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഈ ടി വി ഓണാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമേ ഈ ടി വി ചാനൽസും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഒരു മങ്ങലുള്ളതുപോലെയാണ്. പക്ഷേ ഞാൻ സെറ്റിങ്സിൽ ഡൈനാമിക് ബാക്ക് ലൈറ്റ് ഓഫ് ആക്കുകയും പിന്നെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ചേഞ്ചുകളൊക്കെ വരുത്തി കഴിഞ്ഞപ്പോൾ ആ ഇരുട്ട് തോന്നിയ അല്ലെങ്കിൽ ആ ഒരു മങ്ങൽ തോന്നിയതിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു തെളിച്ച് നമുക്ക് തോന്നിക്കും. നല്ല HD ചാനലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഈ ടി വി ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇത് കമ്പാരിസൺ നടക്കുന്നത് 5 ടി വികളുമായിട്ടാണ്. അതായത് അതിൽ 2 ടി വി എന്ന് പറയുന്നത് പ്രമുഖ ബ്രാൻഡ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന 2 ടി വികളുമായിട്ടും ഒപ്പം തന്നെ പിന്നെ എൻ്റെ മനസ്സിലുള്ള 3 ടി വികളെന്ന് പറയുന്നത് വില കുറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന മറ്റ് 3 ടി വികളുമാണ്. ഇങ്ങനെ 2 രീതിയിലാണ് എൻ്റെ കമ്പാരിസൺ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെറ്റിങ്സിൽ ചേഞ്ചുകളൊക്കെ വരുത്തിയതിന് ശേഷം പിക്ചർ ക്ലാരിറ്റിക്ക് ഞാൻ കൊടുക്കുന്ന മാർക്ക് 4 ആണ് ഔട്ട് ഓഫ് 5. 4 മാർക്ക് 5-ൽ കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സൗണ്ട് ക്ലാരിറ്റിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ സൗണ്ട് നമ്മളിങ്ങനെ പ്ലസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 വരെയാണ് പോകുന്നത്. ഈ 50 എന്നുള്ള ആ നമ്പർ വരെ ഫുൾ സൗണ്ട് കൊടുത്താലും പതർച്ചയൊന്നും ഒട്ടും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ വലിയ ഹോം തിയേറ്ററിൽ നിന്ന് കേൾക്കുന്ന പോലെയുള്ള ബാസൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷേ സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ആ വില കുറഞ്ഞ കാറ്റഗറിയിൽ 3 ടി വികളുണ്ട്. ആ ടി വികളിൽ എനിക്ക് തോന്നിയേക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാർത്ത, ഫിലിം ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അതിൻ്റെ ഡയലോഗ്സ് ഒന്നും നമുക്ക് ക്ലിയർ അല്ല. വാർത്ത വായിക്കുന്നതൊന്നും നമ്മൾ അതീവ ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമേ നമുക്കത് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുള്ളൂ എന്നുള്ളൊരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ടി വിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നല്ല ക്ലാരിറ്റി ഉണ്ട്, നമുക്ക് വളരെ ക്ലിയറാണ്. അപ്പോൾ നമ്മുടെ സൗണ്ട് ക്ലാരിറ്റിക്കും നമുക്ക് 4 മാർക്ക് കൊടുക്കാം 5-ൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പിക്ചർ ക്ലാരിറ്റിയുടെ കാര്യത്തിലും സൗണ്ടിൻ്റെ ക്ലാരിറ്റിയുടെ കാര്യത്തിലൊക്കെ കമ്പാരിസൺ നടത്തുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ പ്രമുഖ ബ്രാൻഡിൻ്റെ 43 ഇഞ്ചുള്ള ഇത്രയും ഫങ്ഷൻസ് ഉള്ള ഒരു സ്മാർട്ട് ടി വി വാങ്ങിക്കുമ്പോൾ ഒരു 45,000 രൂപ എടുക്കുക വിലയാകും. നമുക്കിതിൻ്റെ ഹാഫേ ആയിട്ടുള്ളൂ, 22,000 രൂപയെ നമുക്ക് ആകെ മുടക്കമായിട്ടുള്ളൂ. അപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ 50% ഉള്ളൂ. പക്ഷേ ഞാൻ ഉറപ്പ് തരുന്നു, നമ്മളുടെ സൗണ്ടിൻ്റെ കാര്യത്തിലായാലും പിക്ചറിൻ്റെ ക്ലാരിറ്റിയുടെയും കാര്യത്തിലായിരുന്നാലും മറ്റ് പ്രമുഖ ബ്രാൻഡിൻ്റെ ടി വികളുടെ അടുത്തേക്ക് ഒരു 80 to 85% ഉറപ്പായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ 50% വിലക്കുറവിൽ നമുക്കൊരു 80 to 85% ക്ലാരിറ്റി ഇൻ സൗണ്ട് ആൻഡ് പിക്ചർ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ ടി വി നമുക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വില കുറഞ്ഞ ഒരു ടി വിയാണ് നോക്കുന്നതെങ്കിൽ, പ്രമുഖ ബ്രാൻഡിൻ്റെ ടി വിയിലേക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, MIയുടെ 4A Pro TV, അത് 32 ഇഞ്ചിൻ്റെ ആയാലും 43 ഇഞ്ചിൻ്റെ ടി വി ആയാലും മുന്നോട്ട് പോയിക്കോളൂ, ടി വി വാങ്ങിക്കോളൂ. 100% ഗ്യാരണ്ടി, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുപോലെ ടി വിയുടെ സർവീസിനെ കുറിച്ച് പല ആളുകൾക്കും സംശയം ഉണ്ടാകും. നമ്മളിവിടെ വന്ന് ടെക്നീഷ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ ജില്ലകളിലും സർവീസ് സെൻറ്ററുകളുണ്ട്. അവിടെ ആളുകൾ ഡയറക്റ്റ് വന്ന് ഓൺ സൈറ്റ് സർവീസിങ് നടത്തും. അപ്പോൾ നമ്മളുടെ ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നിടം വരെയാണെങ്കിൽ ഫ്രീ ആയിട്ട് വന്ന് സർവീസ് നടത്തി തരും. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ മിനിമം 400 രൂപ സർവീസ് ചാർജ് തൊട്ട് ടി വിയുടെ സൈസിനനുസരിച്ച് പൈസയിൽ വ്യത്യാസമുണ്ട്. പ്ലസ് അതിൻ്റെ പാർട്സിനൊക്കെ വരുന്ന പൈസ കൂടി കൊടുത്താൽ മതി. അപ്പോൾ സർവീസിനെ കുറിച്ച് ഓർത്തും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ജില്ലകളിലും കേരളത്തിൽ സർവീസ് സെൻറ്ററുകളുണ്ട്. Hey guys, nothing to worry about it. Just go for it. Go for MI 4A Pro. അതുപോലെ നിങ്ങൾ ഈ ടെക് പിയാറ്റ്സയിൽ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ഹിറ്റ് ചെയ്തേക്കുക, ബെല്ലൈക്കണും കൂടി അമർത്തേക്കുക, കൂടുതൽ അപ്ഡേറ്റ്സിനായി, കൂടുതൽ വീഡിയോസിനായി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ടെക് പിയാറ്റ്സയിൽ.